കോൺഗ്രസ് നേതാവ് ദേവകി കൃഷ്ണന്റെ 42ാമത് അനുസ്മരണ സമ്മേളനം ചേർത്തലയിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേവകി കൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം മുൻ കേന്ദ്രമന്ത്രിയും മകനുമായ വയലാർ രവിയുടെ സാന്നിധ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ KR രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VN അജയൻ സ്വാഗതവും കൺവീനർ TS ബാഹ്ലയൻ നന്ദിയും പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S ശരത്, KPCC വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, TS രഘുവരൻ, ജോണി തച്ചാത്തറ, അഡ്വക്കേറ്റ് TH സലാം എന്നിവർ പ്രസംഗിച്ചു. ഇത്രയും വർഷങ്ങളായി ഇത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തികച്ചും വളരെ ഏറെ യത്നമുള്ള, വളരെയേറെ സമർപ്പണ ബോധം ഉള്ള ഒരു കാര്യമാണ്. ആ അമ്മ ഭാഗ്യവതിയാണ്. കാരണം മരിച്ചു മൺമറഞ്ഞു പോയിട്ടും 42 വർഷം കഴിഞ്ഞിട്ടും ആ ആത്മാവിനോട് നീതി പുലർത്താൻ ആ അമ്മയുമായി ബന്ധപ്പെട്ട ഈ മണ്ണിലെ കുറേ സന്തതികളെങ്കിലും തയ്യാറാകുന്നു എന്നുള്ളതിൽ ആ അമ്മ അങ്ങേയറ്റം അമ്മയുടെ ആത്മാവ് സന്തോഷിക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് ഇന്ന് ഞാനിത് അനുസ്മരണത്തിലെത്തിയപ്പോൾ ദുഃഖം തോന്നിയെന്ന് ആദ്യം പറഞ്ഞപ്പോൾ പക്ഷെ നിങ്ങൾക്ക് തോന്നാം ഉദ്ഘാടകൻ എന്ന നിലയിലൊരു അവസരം വന്ന് വീണപ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ ദുഃഖം അതല്ല. ഈ വർഷം തന്നെ 60 ദിവസങ്ങൾക്കുള്ളിൽ മകൻ്റെയും അമ്മയുടെയും അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നതിലുള്ള ഒരു സത്യത്തിലൊരു വേർപാട് ഉണ്ടാക്കുന്ന ആ വേദന, രണ്ടുപേരുടെയും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ അവസരം സന്തോഷകരമാണെങ്കിലും അകാലത്തിൽ പൊലിഞ്ഞുപോയ മകൻ്റെയും ഇത്രയും ആദർശധീരയായ ഒരു മാതാവിൻ്റെയും രണ്ടുപേരുടെയും അനുസ്മരണ പരിപാടി 2 മാസങ്ങൾക്കുള്ളിൽ എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഓരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത വെച്ചാണ് ഓരോ വ്യക്തികളും നടത്തിയ സംഭാവനകളെ വിലയിരുത്തേണ്ടത്. 1950കളിലും 60കളിലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. 50കളിലും അവസാനമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. 40കളുടെ അവസാനമാണ് അപ്പുറത്ത് നമ്മൾ വയലാർ രക്തസാക്ഷി മണ്ഡപം ഇവിടെ ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംഭവവികാസം ഉണ്ടാകുന്ന 1946 തുലാം 11 എനിക്ക് തോന്നുന്നു.